ബന്ധങ്ങളെ അതിൻ്റെതായ രീതിയിൽ കാണാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ മനോഹരമായി മുന്നോട്ട് പോകാൻ കഴിയും. വീരൻ ആലോചനയോടെ നിന്നവളുടെ തലയ്ക്ക് ഞോടി. എപ്പോൾ നോക്കിയാലും ചിന്തയാണ്. എൻ്റെ ചിന്തകളാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് നെഞ്ചോട് ചേർക്കുന്ന ഒരാൾ കൂടെ ഉണ്ടായിട്ടും ഏകാന്തത സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ ഭദ്രേട്ടന്? ശക്തി അവനോട് പൊട്ടിത്തെറിച്ചുപോയി. സങ്കടങ്ങൾ നെഞ്ചിൽ കുന്നുകൂടിയതുപോലെ. അവൾ മൂക്കു വലിച്ച് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവനെ നോക്കി. ഒരു വട്ടം നമ്മുടെ വികാരത്തെ പ്രകടമാക്കിയാൽ പിന്നെ അത് വേഗത്തിൽ പുറത്തേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. സോറി, ശക്തി മുഖം കുനിച്ചു പറഞ്ഞു. എന്തിന്? എന്നോടല്ലേ? എന്നാലും എനിക്കിപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നത് പോലെ. അത് പീരീഡ്സ് എടുത്തതിൻ്റെയാ. എൻ്റെ പെണ്ണ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയട്ടെ? അവനവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു. ഏകാന്തത എന്നത് ഒരാളൊപ്പം ഉണ്ടായിട്ടും ഇല്ലാത്തതുപോലെ തോന്നുന്ന അവസ്ഥ മാത്രമല്ല ശക്തി. ചുറ്റുമുള്ളവരാൽ വെറുക്കപ്പെട്ട് ആമയെപ്പോലെ തലവലിക്കുന്ന പ്രവൃത്തി കൂടിയാണ്. നോവുകൾ മാത്രം നിറഞ്ഞ ഇരുണ്ട ഭൂതകാലങ്ങളെ മറന്നെന്ന് നടിച്ച് പുറമേ സ്വാഭാവികമായി ഇടപെടുന്ന ഒരുവളെ എനിക്കറിയാം. അവളുടെ ഹൃദയം ഇപ്പോഴും പഴയ സംഭവങ്ങളിൽ ഭയന്ന് വിറച്ചാണ് കഴിയുന്നത്. അവളുടെ ഹൃദയത്തിലെ ആ ഏകാന്തതയിലേക്ക് ഞാനൊരു കൂടുകൂട്ടാനുള്ള ശ്രമത്തിലാണ്. ഒറ്റപ്പെടലിൽ കുരുങ്ങിപ്പോയവളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എൻ്റെ മനസ്സ് തിരിച്ചറിയുന്ന വേദനിപ്പിക്കുന്ന ഏകാന്തതയും അതൊന്നു മാത്രമാണ്. തന്നെയാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായ ശക്തി മിഴികൾ പൂട്ടി. വീരന്റെ വിരലുകൾ അവളുടെ കഴുത്തിൽ താളം തേടി. എനിക്ക് മുമ്പിൽ അഭിനയം വേണ്ട ശക്തി. നിനക്കെന്നോട് ചോദിക്കാൻ യാതൊരു ചോദ്യങ്ങളും ഉണ്ടായിരുന്നില്ലെന്നറിയാം. മെസ്സേജ് അയച്ച കൂട്ടുകാരിയോട് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, നിന്റെ ഭദ്രേട്ടൻ നിന്റേത് മാത്രമാണെന്ന്, ഒരിക്കലും കൈവിട്ട് കളയില്ലെന്ന്. അവനവളുടെ കാതിൽ സ്വകാര്യം പോലെ പറഞ്ഞു. ശക്തി അതിശയത്തിൽ കണ്ണു തുറന്ന് അവനെ നോക്കി. ഞാൻ കണ്ടിരുന്നു നിനക്ക് അഞ്ജന അയച്ച മെസ്സേജ്. അവൾക്കെൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്, അതാണ്. ഇനി ഇതേപോലെയുള്ള കൊനഷ്ട ചോദ്യങ്ങളുമായി അവൾ നിന്റെ അടുത്തെത്തിയാൽ അന്ന് പാലാഴിയിൽ വീരഭദ്രസേനനെ ശരിക്കും അറിയും. അവളുടെ പവർ നിങ്ങളും അറിയുമെന്ന് മനസ്സിൽ മാത്രം ശക്തി ഉരുവിട്ടു. എന്തു പറഞ്ഞാലും വളരെ അഹങ്കാരത്തോടെയാണല്ലോ പാലാഴിയിൽ വീരഭദ്രസേനൻ എന്ന് പറയുന്നത്. വീരൻ മീശ പിരിച്ചു. എനിക്ക് അഹങ്കരിച്ചു കൂടെ? ശക്തി മറുപടി പറയും മുമ്പ് വീരൻ അവളെ കൈകളിൽ ഉയർത്തി കിടക്കയിലേക്ക് ചായച്ചിരുന്നു. അവൾ കംഫർട്ട് എടുത്ത് ശരീരത്തിലേക്കിട്ടു. വീരനത് വലിച്ചെറിഞ്ഞുകൊണ്ട് അവളെ കമഴ്ത്തി കിടത്തി പുറത്ത് നന്നായി ഉഴിഞ്ഞുകൊടുത്തു. എന്ത് കരുതി നീ? ഞാൻ എന്തെങ്കിലും ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് കരുതിയോ? സത്യം അതായതിനാൽ ശക്തി മൗനം പാലിച്ചു. നാളത്തേക്ക് വേദന മാറിക്കൊള്ളും, അവളെ ആശ്വസിപ്പിക്കുന്നത് പോലെ വീരൻ പറഞ്ഞുകൊണ്ട് ഓയിൽമെന്റ് പതിയെ പുരട്ടി. ഇന്നിനി ഒരു യാത്ര വേണ്ട, പ്രത്യേകിച്ച് ട്രസ്റ്റിലേക്ക്. കവളിൽ പാടുണ്ട്. വെറുതെ അവിടെയുള്ളവർക്ക് ചോദ്യത്തിന് ഇടവരുത്തണോ? പോരാത്തതിന് അവരെന്നെ വില്ലനായി സങ്കല്പിച്ച് കളയും. ഞാനും അത് ആലോചിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഇരിക്കാൻ വയ്യ, ആകെ ഒരു മടുപ്പ്. നമുക്ക് പുറത്തു പോകാം. അമ്പലത്തിൽ പോയാലോ? ചിലപ്പോൾ നാളത്തേക്ക് ഞാൻ പുറത്താകും, അതിനു മുന്നേ തൊഴാലോ? ആലോചിക്കാവുന്നതാണ്. ഭദ്രേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയും കൊനഷ്ട ചോദ്യങ്ങളുണ്ടോ? എൻ്റെ ശക്തി, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. ചിക്കി ചികഞ്ഞിട്ടും കാര്യമില്ല, പിന്നിലേക്ക് പോയി തിരുത്താനും കഴിയില്ല. അതൊന്നുമല്ല. പിന്നെന്താണ്? അല്ലുവിൻ്റെ ഫോണിൽ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. അല്ലുവിൻ്റെ ഫോണിലോ? വീരന്റെ മുഖം സംശയത്തിൽ എന്നതുപോലെ ചുളിഞ്ഞു. ശക്തി അല്ലു എടുത്തു പറഞ്ഞ കാര്യങ്ങൾ വീരനോട് പങ്കുവെച്ചു. ഈ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ കഴിയില്ല ശക്തി. പിന്നെ നമ്മുടെ മുറിയുടെ പുറത്ത് 3 ഭാഗത്തായി ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അച്ചമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. അതുകൊണ്ടല്ലേ ആ രാത്രിയിൽ നീ എങ്ങനെ എൻ്റെ മുറിയിൽ എത്തിയെന്ന് മനസ്സിലായത്? വീരൻ ചിരിയോടെ പറഞ്ഞപ്പോൾ ശക്തി പരിഭവത്തോടെ അവൻ്റെ നെഞ്ചിൽ പിച്ചി. വിടടി പിശാശേ. വീടില്ല, അന്ന് എന്നോട് പെരുമാറിയത് പോട്ടെ, ഒരു കാരണവുമില്ലാതെ തല്ലിയില്ലേ? ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി തല്ലിയതാണെന്നൊന്നും പറയുന്നില്ല ശക്തി. സത്യത്തിൽ ലച്ചുവുമായിട്ടുള്ള വിവാഹം മുടങ്ങുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഓഹോ, ആ സർപ്പസുന്ദരിയെ കിട്ടാതെ പോയതിൽ ഇപ്പോഴും സങ്കടമുണ്ട് അല്ലേ? നിനക്കങ്ങനെ തോന്നിയോ? തോന്നി.
കല്യാണം വേണ്ടെന്ന് പറഞ്ഞയാൾ അവളെ കണ്ട് മയങ്ങിയല്ലേ സമ്മതം പറഞ്ഞത്. സമ്മതം പറഞ്ഞതിന് അവൾ സുന്ദരിയാണെന്ന വസ്തുതയും ഉണ്ടായിരുന്നു. പിന്നെയും രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അവൾ പ്രമീളയുടെ മകളാണ്. പാലാഴിയും ജീവനത്തുകാരും തമ്മിലുള്ള പക പരോക്ഷമായതിനൊരു കാരണം പ്രമീളാപ്പച്ചിയാണെന്ന് പരക്ക സംസാരമുണ്ട്. എന്നുവെച്ചാൽ അതിൽ കഴമ്പില്ലെന്നാണോ? അതിലേക്ക് വരും മുമ്പ് പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം. ജീവൻ എന്നോടുള്ള പക അവനെ ചെറിയച്ഛൻ ആത്മഹത്യ ചെയ്ത പേരിലാണ്. ഞാനും കല്യാണം കഴിക്കാതെ ജീവിക്കണമെന്നത് അവരുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ ആദ്യം പാർവതിയും പിന്നീട് അനുഗ്രഹയും അവരുടെ കയ്യിലെ കളിപ്പാവകളായി മാറിയത്. എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രണയവും ജീവിതവും ഇവരെല്ലാം തകർത്തതിന് കാരണം അപ്പച്ചിയാണല്ലോ. അപ്പോൾ അപ്പച്ചിയുടെ മകളിലൂടെ എൻ്റെ വിവാഹം എന്ന പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ നാടും നാട്ടുകാരും അറിഞ്ഞു തന്നെ എനിക്ക് വിവാഹം ചെയ്യാനൊരു അവസരം വരുമ്പോൾ, അതും അനുവിനേക്കാൾ സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാനെന്തിനു വേണ്ടെന്ന് വെക്കണം? പിന്നെ അനുവിനൊരിക്കലും ഞാൻ മറ്റൊരു പെണ്ണിനോട് ചേർന്ന് നിൽക്കുന്നത് സഹിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് അവളേക്കാൾ സുന്ദരിയാണെങ്കിൽ. അപ്പോൾ ഞാനത്ര സുന്ദരിയല്ല അല്ലേ? ശക്തിയുടെ മുഖം മങ്ങി. സൗന്ദര്യത്തിന്റെ അളവുകോൽ ഓരോരുത്തർക്കും വ്യത്യസ്തമല്ലേ? നല്ല നിറവും ആകാരഭംഗിയും മുടിയും വിടർന്ന കണ്ണുകളും വളഞ്ഞ പുരികവും തുടുത്ത ചുണ്ടും ശംഖ് പോലെയുള്ള കഴുത്തും എന്നിങ്ങനെയുള്ള വർണ്ണനകൾ നിറഞ്ഞൊരു സൗന്ദര്യമാണ് അനുഗ്രഹയുടെ വീക്ഷണത്തിൽ വരിക. അവളുടെ കുടുംബത്തിലെ പെൺകുട്ടികളെ അപേക്ഷിച്ച് അവൾ സുന്ദരിയാണെന്ന ധാരണയും ഉണ്ടായിരുന്നു. അവളെ സംബന്ധിച്ച് നിന്നിൽ കുറ്റങ്ങൾ കണ്ടെത്താൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. വളരെ നിസ്സാരമായി നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നും തട്ടിത്തെറിപ്പിക്കാമെന്ന വിശ്വാസവും അവൾക്കുണ്ട്. നിനക്ക് നീ സുന്ദരിയാണെന്ന ആത്മവിശ്വാസം പോരെ ശക്തി? മറ്റൊരാളുടെ വാക്ക് വേണോ? അതൊന്നും വേണ്ട. നിറം നിങ്ങളെക്കാൾ അല്പം മങ്ങിയാലും ഞാൻ സുന്ദരി തന്നെയാണ്. എന്നാലും പ്രിയപ്പെട്ട ഒരാൾ സുന്ദരിയാണെന്ന് പറഞ്ഞു കേൾക്കുന്നത് ഒരു മനസ്സുഖമാണ്. നിലവാരമില്ലാത്ത കള്ളങ്ങൾ ഞാൻ പറയാറില്ല. വീരൻ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ അവൾ മുഖം തിരിച്ചു. പിണങ്ങിയോ? പിണങ്ങിയാൽ നിങ്ങൾക്കെന്താ? ഇങ്ങനെയൊക്കെ പിണങ്ങിയിരുന്നാൽ കണ്ണിനും ഒരു സുഖമാണ്. നിലവാരമില്ലാത്ത സുന്ദരിയല്ലാത്ത എന്നെ നോക്കേണ്ട. വീരൻ ചിരിച്ചു. എൻ്റെ പെണ്ണേ, നിന്റെ പിണക്കം ഭയങ്കരമാണ്. ഞാൻ നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ലോകസുന്ദരി മുന്നിൽ വന്ന് നിന്നാലും എൻ്റെ അരിമണി നീയല്ലേ. വീരൻ അയഞ്ഞു കൊടുത്തു. ശക്തിയുടെ മുഖം തെളിഞ്ഞു. കല്യാണത്തിൽ സമ്മതിക്കാൻ ഒരു കാരണമേ പറഞ്ഞുള്ളൂ. ഇനി എന്താണ്? മറ്റൊന്ന് രഹസ്യമാണ്. എന്ത് രഹസ്യം? എന്നോട് പറയാൻ കഴിയാത്തതാണോ? നിന്നോട് പറയാൻ കഴിയാത്തതായി ഒന്നുമില്ല ശക്തി. പക്ഷേ എല്ലാ രഹസ്യങ്ങളും ചുമ്മാ പറയാൻ പറ്റുമോ? അതിന് ചില സാഹചര്യങ്ങളും ഒത്തുവരണ്ടേ? പറയാൻ മനസ്സുള്ളവർക്ക് ഇതൊന്നും ഒരു ന്യായമല്ല, ശക്തി പിണക്കത്തോടെ പറഞ്ഞു. നിന്നോട് പറയാതിരിക്കുമോ? നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മുഖം വീർപ്പിക്കല്ലേ ശക്തി. ഞാൻ പറയാം. അപ്പച്ചിയുടെ പ്രണയവും ഒളിച്ചോട്ടവും ജയേന്ദ്രന്റെ ആത്മഹത്യയും ജീവനത്തുകാരുടെ ശത്രുതയും ഇതിലൊന്നും യാതൊരു കഴമ്പുമില്ല. ഒരേ സമയം രണ്ട് പുരുഷന്മാരുമായി ചെങ്ങാത്തം കൂടിയ അപ്പച്ചിക്ക് ഏതോ ഒരു നിമിഷം ജയേന്ദ്രനേക്കാൾ അലക്സ് ആണ് നല്ലതെന്ന് തോന്നി. സ്വാഭാവികമായ ചിന്ത. അതവർ സ്വന്തം സഹോദരനോട് ഉൾപ്പെടെ പറഞ്ഞു. പക്ഷേ സഹോദരന് കൂട്ടുകാരനോടുള്ള സ്നേഹം നിമിത്തം സഹോദരിയുടെ ഭാഗം കേൾക്കാൻ നിന്നില്ല. വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന് മറ്റൊരു സ്ത്രീയോട് ബന്ധമുണ്ടെന്നും അവർ ഗർഭിണിയാണെന്നും പിന്നീട് പ്രസവിച്ചതും കൂട്ടിരുന്നതുമെല്ലാം അതേ പുരുഷന്റെ സഹോദരൻ വഴി അറിഞ്ഞാൽ എന്തു ചെയ്യും? എന്താ? ശക്തി അവനെ സംശയത്തോടെ നോക്കി ചോദിച്ചു. മനസ്സിലായില്ലേ? ഇല്ല. ജീവന്റെ അച്ഛൻ ജയനാഥൻ തന്നെയാണ് അനിയന്റെ വിവാഹം മുടക്കാൻ പ്രമീളയെ കണ്ട് സംസാരിച്ചത് എന്ന്. എന്തിനു വേണ്ടി? സ്വന്തം അവിഹിതം അനിയൻ കണ്ടുപിടിച്ചതുകൊണ്ട്. എൻ്റെ അച്ഛൻ്റെ അർദ്ധ സഹോദരിയാണ് ദേവകി എന്ന് പറഞ്ഞിരുന്നില്ലേ? ദേവകിയുടെ അമ്മ ഒരു സാധാരണ സ്കൂൾ മാഷിന്റെ സാധുവായ മകളായിരുന്നു. അവരെ എൻ്റെ അച്ഛൻ ചതിച്ചു. മാനക്കേട് മൂലം മകളെ പടിയിറക്കി വിട്ട അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അവർ പാലാഴിയിൽ വന്നിരുന്നു. അച്ഛമ്മ അവരോട് പരുഷമായി സംസാരിച്ചു. ഇവിടെ നിന്ന് പോയ ആ സ്ത്രീ വൈകാതെ ദേവകിക്ക് ജന്മം നൽകി. സുന്ദരിയായ അവരിലേക്ക് അച്ഛൻ പിന്നെയും എടുത്തു. അന്ന് പുള്ളിക്ക് സ്വന്തം കാര്യം നടക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പലർക്കും അവരെ കൂട്ടിക്കൊടുത്തയാൾ കാശ് വാങ്ങി. പിന്നീടത് അവരുടെ തൊഴിലായി. ഇതൊരു കഥ, ഇവിടെ അച്ഛമ്മ ഉൾപ്പെടെ വിശ്വസിക്കുന്ന കഥ. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. അച്ഛൻ അച്ഛമ്മയുടെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നന്നാവാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ബാല്യക്കാരി തന്നെ അവരെ കീഴ്പ്പെടുത്താൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവര്
ജീവനത്തുകാരുടെ ആളായിരുന്നു. അച്ചച്ചൻ ദേഷ്യവും വാശിയും കുറച്ച് കൂടുതലുള്ള ആളായിരുന്നു. ആരോപിച്ച കാര്യം ചെയ്തു കാണിച്ചു. അത് അച്ചമ്മ കണ്ടു. അച്ചമ്മ അതോടെ അച്ചച്ചനെ വെറുത്തുപോയി. പിന്നാലെ ഇവിടെ നിന്നും ഇറക്കി വിട്ടു. ദേവകിയുടെ അമ്മയ്ക്കൊപ്പം പുതിയ ജീവിതം തുടങ്ങിയ അച്ചച്ചനെ ജീവനത്തെ കൂട്ടുകാർ ചതിച്ചു. ചതി മനസ്സിലാക്കി അച്ചച്ചൻ അവിടെ നിന്നും പോയി. അവർ ഉപജീവനത്തിനായി വേശ്യയായി മാറി. ജയനാഥൻ അവിടെ ചെന്ന് ദേവകിയുമായി എടുത്തു. അതാണ് അവരുടെ അവിഹിതത്തിന്റെ തുടക്കം. മദ്യപിച്ച് നടന്നിരുന്ന അച്ചച്ചനെ രോഗം കീഴടക്കിയപ്പോൾ ആദ്യമായി ദേവകി എന്ന മകളെക്കുറിച്ച് ഓർത്ത് കുറ്റബോധം വന്നു. അങ്ങനെയാണ് അച്ഛനെ വന്ന് കണ്ട് അവരെ സംരക്ഷിക്കണമെന്ന വാക്ക് മേടിച്ചതെന്ന് അച്ചമ്മ പറയുന്നു. ശരിക്കും അങ്ങനെയല്ല. ജീവനത്തെ ഒരു മുത്തച്ഛൻ സന്യാസം സ്വീകരിച്ചിട്ടുണ്ട്. ആ മുത്തച്ഛൻ പറഞ്ഞത് ദേവകിയുടെ അമ്മയുടെ ജീവിതം വരെ താൻ മൂലം നശിച്ച കുറ്റബോധം കൊണ്ട് അവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് അച്ഛനെ വന്ന് കണ്ടുവെന്നാണ്. അപ്പോഴേക്കും അച്ഛന് ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. ഇതൊന്നും പറഞ്ഞിട്ട് അച്ചമ്മയുടെ വിശ്വാസത്തെ തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ആ സമയം അച്ഛൻ്റെ ജീവിതവും അപ്രതീക്ഷിതമായ കൈവഴികളിലൂടെ ഒഴുകിയിരുന്നു. അതിനിടയിൽ അച്ഛൻ ദേവകിയെ കണ്ടെത്തി. അവരുടെ അമ്മയെ അച്ഛൻ ഉപയോഗിച്ചിരുന്നത് പോലെ ജയനാഥൻ ഉപയോഗിച്ചു വന്നിരുന്ന സമയമായിരുന്നു അത്. സത്യങ്ങൾ കണ്ടെത്തിയ ജയേന്ദ്രൻ ദേവകിയെയും കുഞ്ഞിനെയും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരനോട് വഴക്കുണ്ടാക്കി. അന്ന് അയാളുടെ ഭാര്യ ജീവനെ ഗർഭം ധരിച്ച വിവരം അറിഞ്ഞ സമയമാണ്. സത്യങ്ങൾ ആരും അറിയാതെ ഇരിക്കാൻ ജയനാഥൻ അനിയൻ ജയേന്ദ്രനെ കൊന്നതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം അപ്പച്ചി വേണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ, അവരുടെ ഒളിച്ചോട്ടത്തിന്റെ പേരിൽ ജയേന്ദ്രൻ ആത്മഹത്യ ചെയ്യില്ല. അതിവിടെ അച്ചമ്മയ്ക്കും അച്ഛനുമെല്ലാം അറിയാം. ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പം ഇറങ്ങിപ്പോയ പിണക്കം ഒഴിച്ചു നിർത്തിയാൽ ഇവിടെ ആർക്കും അപ്പച്ചിയോട് യാതൊരു ഇഷ്ടക്കേടുമില്ല. പക്ഷേ നാട്ടുകാരുടെ കണ്ണിൽ അപ്പച്ചി ചതി പ്രവർത്തിച്ചവളാണ്. അതൊട്ട് തിരുത്താനും കഴിയില്ല. അവരെയൊക്കെ വിശ്വസിപ്പിക്കാൻ തക്ക തെളിവും നമ്മുടെ പക്കലില്ല. ജീവനും അജിത്തിനുമെല്ലാം അവരുടെ ചെറിയച്ഛൻ്റെ ഓർമ്മകൾ മുതിർന്നവരിൽ നിന്ന് പകർന്നു കിട്ടിയതാണെങ്കിലും അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. സത്യങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ സ്വന്തം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചേട്ടന്റെ മരണം മറ്റൊരു ചേട്ടന്റെ കൈകൊണ്ടാണെന്ന് തെളിയിക്കേണ്ടി വരുമോ എന്ന ഭയമുണ്ടവന്. മറ്റൊന്ന്, ദേവനാഥ് മുന്നിൽ വന്ന് നിന്നാൽ ജയനാഥന്റെ കുടുംബം തകർന്നു പോകും. ശക്തി തുടരും. കഥാപാത്രങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ അത് ഒഴിവാക്കാൻ വേണ്ടി ചെറിയൊരു വിശദീകരണം ഈ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു നാടിൻ്റെ കഥ കൂടിയാണ്. ഒരുപാട് വിശ്വാസങ്ങളുടെ നാട്. അവിടെ രാജാക്കന്മാരെ പോലെ കഴിയുന്ന രണ്ട് കുടുംബങ്ങൾ. അതാണ് പാലാഴിയും ജീവനവും. പാലാഴി വീരഭദ്രസേനന്റെ തറവാടാണ്. ജീവനം ജീവൻനാഥിന്റെ. ഏതാണ്ട് വലിയ പ്രായവ്യത്യാസമില്ലാത്ത ശത്രുക്കളായ രണ്ട് ചെറുപ്പക്കാർ. അവർക്കിടയിലെ ശത്രുത മുതലാക്കുന്ന മറ്റു ചിലരും. ആ നാടിന്റെ മറ്റൊരറ്റത്താണ് മണിയാലത്ത്. അത് ശക്തിയുടെ അച്ഛന്റെ തറവാടാണ്. ലളിതാഭവനമാണ് ശക്തിയുടെ അമ്മയുടെ തറവാട്. കൃഷ്ണവിലാസം അനുഗ്രഹയുടെ വീടാണ്. അനുഗ്രഹയെ അറിയാവല്ലോ അല്ലേ? വീരന്റെ കാമുകിയായിരുന്നവൾ. മറ്റൊന്ന് പാർവതിയാണ്. അവളുടെ വീടാണ് അരുവിക്കൽ. ഇനി ഇപ്പോൾ ഓരോ വീട്ടിലെ ആളുകളെയും നമുക്ക് പരിചയപ്പെടാം. പാലാഴി അച്ചമ്മ ജാനകി, സ്നേഹമുള്ള ധൈര്യവതിയായ വീരന്റെ ഒരുവിധം കാര്യങ്ങൾ അറിയാവുന്ന സ്ത്രീ. അച്ഛൻ പ്രസേനൻ, ഒരു ടിപ്പിക്കൽ റോളാണ്. മക്കളിൽ നിന്ന് കൃത്യമായ അകലം പാലിച്ചു നിൽക്കുന്ന വ്യക്തി. ഭാര്യ ഭദ്ര, നിഗൂഢതകളുള്ള ഒരു കഥാപാത്രം. ജനക് പ്രസേനൻ എന്ന ജിനു, ഇളയ മകനാണ്. പൊതുവെ പാവമെന്ന പേരിൽ മുഖം മൂടിയുള്ളവൻ. ക്ഷേത്രത്തിലെ സ്വത്ത് കവർന്നെടുത്തതുമായി ബന്ധപ്പെട്ട് ഇവനും ഭദ്രയും നോട്ടപ്പുള്ളികളാണ്. പ്രസേനന്റെ സഹോദരിയാണ് പ്രമീല. ഭർത്താവിനെ ഉപേക്ഷിച്ച ശേഷം രണ്ടു മക്കളുമായി സ്വതന്ത്രയായി കഴിയുന്നു. അത്യാവശ്യം കുശുമ്പും കുന്നായ്മയും കൂട്ടിനുണ്ട്. മകൾ അഷ്ടലക്ഷ്മി, വ്യക്തമായ തീരുമാനത്തോടെ മുന്നോട്ട് നീങ്ങുന്നവൾ. ഇപ്പോൾ ജിനുവിന്റെ ഭാര്യ. മുമ്പ് വീരനു വേണ്ടി വിവാഹം പറഞ്ഞുറപ്പിച്ചവൾ. ഒപ്പം ക്രിസ്റ്റിയുടെ കാമുകി. ക്രിസ്റ്റി ആരാണെന്നറിയാമല്ലോ അല്ലേ? അതേപോലെ അഷ്ടലക്ഷ്മിയുടെ കാമുകൻ മാത്രമല്ല, അവളുടെ അച്ഛൻ്റെ ചേട്ടൻ കുര്യന്റെ മകൾ സ്റ്റെഫിയുടെ ഭർത്താവുമാണ്. പിന്നെയുള്ളത് രഹസ്യമായിരിക്കട്ടെ. അലൻ, സകല ഉടായിപ്പുകളും അറിയാവുന്ന ഒരുവൻ. ഒരു വാക്കിൽ പറഞ്ഞാൽ ഗിരിരാജൻ കോടി. ശക്തിയാണ് ഇപ്പോഴവന്റെ ലക്ഷ്യം. അതിനും അപ്പുറമുള്ളത് പറയുന്നില്ല. വീരനും ശക്തിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. വീരന്റെ ശക്തിയുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പേര് പോലെ അവരുടെ ജീവിതകഥ തന്നെയാണ്. എന്നാൽ ശക്തിയും വീരനും തമ്മിൽ ബന്ധമുണ്ടാക്കാൻ ചില കാരണങ്ങളുണ്ട്. അതിലേക്ക് കടക്കുമ്പോൾ ചില കഥാപാത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നതായി തോന്നാം. പക്ഷേ അവരുടെ കഥയുടെ അരങ്ങൊഴിയുമ്പോൾ കഥ പിന്നെയും ശക്തിയിലും വീരനിലും എത്തി നിൽക്കും.
ഇനി വീരന്റെ വീട്ടിലെ ജോലിക്കാരി ദേവകി. വെറുമൊരു ജോലിക്കാരിയല്ല ദേവകി, പ്രസേനന്റെ അച്ഛന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകൾ കൂടിയാണ്. പാലാഴി ഒരുപാട് സ്ത്രീകളുടെ കണ്ണീര് വീണ ഭൂമിയാണ്. അതിന് കാരണം പ്രസേനന്റെ അച്ഛനാണ്. ഈ ദേവകിയുടെ മകനാണ് ദേവനാഥ്. പക്ഷേ അവന്റെ അച്ഛൻ ജയനാഥൻ അവനെ മകനായി അംഗീകരിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്കറിയാവുന്ന ദേവകിയുടെ മകൻ ജയിലിലാണ്, അതും കൊലപാതക കുറ്റത്തിന്. എന്നാൽ അതൊരു വ്യാജമായ കഥയാണ്. ദേവനാഥിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്നത് മറ്റൊരാളാണ്. യഥാർത്ഥ ദേവനാഥ് രാജാവിനെ പോലെ കഴിയുന്നുണ്ട്. ആ കഥയ്ക്ക് പിന്നാലെയാണ് വീരനും അജിത്തുമെല്ലാം. അജിത്ത് വീരന്റെ സുഹൃത്തു മാത്രമല്ല, പാലാഴിയിലെ ശത്രുക്കളെന്ന് പൊതുവെ പറയുന്ന ജീവനത്തിലെ ജയന്തിയുടെ മകനാണ്. ജീവനത്തിൽ ജയനാഥൻ, ജയേന്ദ്രൻ, ജയന്തി എന്നീ 3 സഹോദരങ്ങളാണുള്ളത്. അതിൽ ജയേന്ദ്രൻ ജീവിച്ചിരിപ്പില്ല. പ്രമീള മൂലം ആത്മഹത്യ ചെയ്തുവെന്നാണ് പുറം ലോകം അറിയുന്ന സത്യം. അതല്ലെന്ന സംശയം വീരനുമുണ്ട്. ജയനാഥന്റെ മൂത്ത മകൻ ദേവനാഥാണ്, ദേവകിയുടെ മകൻ. അവൻ ആരാണ്, എന്താണ് എന്നൊക്കെ വഴി അറിയാൻ കേട്ടോ. ഇനിയുള്ളത് ജീവൻനാഥ്. ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വാശിയും പകയും കാണിച്ച് നല്ലൊരു ജീവിതം നശിപ്പിച്ച് കളഞ്ഞെന്ന് പറയാം. ഇപ്പോഴുള്ള അവന്റെ ജീവിതം ദയനീയമാണ്. അവന് അനുഗ്രഹയോട് പ്രണയമായിരുന്നു. അതിനിടയിൽ വീരനോടുള്ള പകയ്ക്ക് വേണ്ടി അനുഗ്രഹയുടെ അപ്പച്ചിയുടെ മകൾ പാർവതിയുമായി അടുത്തു. അവൾക്കൊരു മകനെയും നൽകി. അന്ന് അവളുടെ ഗർഭം വരെ വീരനിൽ ആരോപിച്ചെങ്കിലും ജീവന്റെ നേർ പകർപ്പായ ശംഖു എന്ന മകനെ പാർവതി പ്രസവിച്ചതോടെ ആ തെറ്റിദ്ധാരണ നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മാറി. നിലവിൽ അനുഗ്രഹ ജീവന്റെ ഭാര്യയുടെ സ്ഥാനത്തുണ്ട്. അതും അവളുടെ സമ്മതം കൂടാതെ അവൻ താലി കെട്ടി സ്വന്തമാക്കിയതാണ്. അതിനു പിന്നാലെ ജീവനെ കേശവൻ വലിച്ചെറിഞ്ഞ് തളർത്തി കിടത്തിയെന്നാണ് നിഗമനം. അവിടെ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നതാണ് കാര്യം. വീരനും ശക്തിയും കേശവനെ കാണുന്ന സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളുടെ സൂചന നൽകുന്നുണ്ട്. 7-8 വർഷം മുമ്പ് അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ നടന്നു. അതോടെ പലരുടെയും ജീവിതം വഴിമാറിപ്പോയെന്ന് പറയാം. ഉത്സവം കാണാൻ പതിവ് പോലെ വീരന്റെ സുഹൃത്തുക്കൾ എത്തിയിരുന്നു. അതിലൊരു സുഹൃത്ത് നികേഷിനെ കേശവൻ ചവിട്ടിക്കൊന്നുവെന്ന് പറയപ്പെടുന്നു. അതങ്ങനെയല്ലെന്ന് വീരനും അജിത്തും കണ്ടെത്തിയിട്ടുണ്ട്. നികേഷിന്റെ സഹോദരി നിഖിലയെ അന്ന് കാണാതെയായി. മകന്റെ മരണവും മകളുടെ മിസ്സിങ്ങും മൂലം പലതും തേടിയിറങ്ങിയ അവരുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. അവരുടെ അമ്മയുടെ സഹോദരൻ രാഘവന്റെ മകൻ അരവിന്ദ് സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഗുരുതരമായി പരിക്ക് പറ്റിയ അരവിന്ദ് ഒടുവിൽ എത്തി നിന്നത് നളിനി ട്രസ്റ്റിലാണ്. അതുവഴി ശക്തിയും പല കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നു. ജേർണലിസ്റ്റായ നിഖില പനി പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ശക്തിക്ക് കൂട്ടിയിരുന്ന ഒരു കഥ കൂടി അവൾക്ക് പറയാനുണ്ട്. അതാണ് നിഖിലയും ശക്തിയും തമ്മിലുള്ള ബന്ധം. ക്ഷേത്രത്തിലെ ഉത്സവം നടന്ന ദിവസം അതിനോടനുബന്ധിച്ച് കുറച്ച് സംഭവങ്ങൾ നടന്നു. സാധാരണ എല്ലാ വർഷവും അരുൺ ജീവനെ എരിവ് കയറ്റി വിടും. ജീവന് വീരനും അനുഗ്രഹയും തമ്മിലുള്ള സൗഹൃദം ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ജീവനും വീരനും തമ്മിൽ തല്ലുപിടിക്കും. ആ വർഷം അനുഗ്രഹ ചെറിയ കള്ളത്തരം കാണിച്ചു, വീരന് പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിൽ. മാത്രവുമല്ല, പാർവതി ഗർഭിണിയാണെന്നും അതിന്റെ ഉത്തരവാദിത്തം വീരന് തന്നെയാണെന്നും അനുഗ്രഹ അന്ന് വിളിച്ചുപോയി. പിന്നീട് നടന്ന ലഹളയിൽ പാർവതി അമ്പലക്കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചുവെന്നും പറയുന്നുണ്ട്. ജീവൻ ബലമായി അനുഗ്രഹയെ താലി കെട്ടുന്നു. പിന്നാലെ കേശവൻ ജീവനെ വലിച്ചെറിയുന്നു. അക്കൊല്ലത്തെ ഉത്സവം ഒരുപാട് അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് പാതിയിൽ നിർത്തിവെക്കേണ്ടി വന്നു. വീരൻ നാട് വിട്ടുപോയി. പിന്നീട് തിരികെ വന്ന ശേഷം അവൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന NM ഹോസ്പിറ്റലിന്റെ 60% ഷെയറും സ്വന്തമാക്കി അവിടെ തന്നെ കഴിയുന്നു. നാടുമായി ഇടയ്ക്ക് വന്നു പോകുന്ന ബന്ധം മാത്രമേ തുടർന്നിരുന്നുള്ളൂ. അതിനിടയിലാണ് അവൻ ശക്തിയെ തന്റെ കൂടെ കൂട്ടിയത്. അതും അവൾക്ക് നളിനി ട്രസ്റ്റിലുള്ള സ്വാധീനം മൂലം. അരവിന്ദിനെ അവൾ വഴി കാണാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും വേണ്ടി മാത്രം. പാലാഴി, ജീവനും ഈ 2 വലിയ തറവാട്ടുകാരെ വ്യക്തമായെന്ന് മനസ്സിലാവുന്നു. ജീവന്റെ കൂടെ നടന്ന് ചതിച്ചവനാണ് അരുൺ. അരുണിന്റെ ചതിക്ക് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. അതിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അരുണിന്റെ 2 സഹോദരിമാരാണുള്ളത്, അനുഗ്രഹയും ആരാധനയും. അരുണിന്റെ അച്ഛൻ പെങ്ങളുടെ മക്കളാണ് പാർവതിയും ശ്വേതയും. അരുണിന് ശരിക്കും പാർവതിയായിരുന്നു ഇഷ്ടം, അവൾക്ക് ജീവനെയും. എന്നാൽ ജീവൻ അവളെ വീരന്റെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ ജീവന്റെ നിർദ്ദേശത്തോടെ പാർവതി വീരനെ പ്രണയിക്കുന്നതായി നടിച്ചു. പാർവതിയുടെ അനിയത്തി ശ്വേതയ്ക്ക് അരുണിനെ ഇഷ്ടമാണ്. അവരുടെ വിവാഹം വാക്കാൽ പറഞ്ഞു വെച്ചിട്ടും അരുൺ അകൽച്ച കാണിച്ചു. അതിന് കാരണം സ്വന്തം സഹോദരിയാണെന്ന് അവൾ കണ്ടെത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ പാർവതി നടത്തുന്ന കള്ളത്തരം കണ്ടെത്തി അവൾ അനുഗ്രഹയോട് പറഞ്ഞു കൊടുക്കുന്നു. അനുഗ്രഹ വീരനെ പ്രണയിക്കുന്ന കാര്യവും പാർവതി ചതിക്കുന്ന കാര്യവും ശ്വേത വീരനെയും അറിയിക്കുന്നു. പിന്നീട് പാർവതിയോട് വീരനും പ്രണയം അഭിനയിക്കുകയാണ്. ഒപ്പം കൂട്ടുകാരിയുടെ പ്രണയം സ്വീകരിക്കുന്നു.
അവിടെ മുതലാണ് അനുവും വീരനും പ്രണയിച്ചു തുടങ്ങുന്നത്. അമ്പലക്കുളത്തിൽ ചാടിയ പാർവതിക്ക് മാനസിക നില തെറ്റുന്നു. ഭദ്രയും പ്രസേനും തങ്ങളുടെ മകൻ ചെയ്ത തെറ്റിന് പകരമായി പാർവതിയെ ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് അനുഗ്രഹ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് സത്യം പറഞ്ഞുകൊണ്ട് അവളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പാർവതി പ്രസവിച്ച കുഞ്ഞിനെ അനുഗ്രഹ ജീവന്റെ ഭാര്യയെ നിന്നുകൊണ്ട് വളർത്തുന്നു. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുന്നതായിട്ട് മാത്രമേ അനുഗ്രഹയുടെ ഈ പ്രവൃത്തി മറ്റുള്ളവർ കാണുന്നുള്ളൂ. അവൾ നാടകം അവസാനിപ്പിച്ച് ജീവനത്തിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകുന്നുണ്ട്. നിലവിൽ ശ്വേതയും അരുണും പ്രണയത്തിലാണ്. പാറു മാനസിക നില തെറ്റി സ്വന്തം വീട്ടിലെ ഒരു മുറിയിൽ ഒതുങ്ങി കഴിയുന്നു. ജീവനത്തിലെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് അനുഗ്രഹയാണ്. ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി മുന്നേറുന്ന അനുഗ്രഹയിലേക്ക് അജിത്തിന്റെ സംശയം നിറഞ്ഞ മിഴികൾ നീളുന്നുണ്ട്. അവിടെ അന്വേഷണം കണ്ടെത്തുന്നുണ്ട്. അജിത്ത് കണ്ടെത്തിയിട്ട് വരട്ടെ കേട്ടോ. ഇത്രയുമൊക്കെ ഇതുവരെ കഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ശക്തിയുടെ ഭാഗം. ഇഷ്ടമില്ലാത്ത വിവാഹത്തെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയായിരുന്നു ശക്തിയുടെ അമ്മ ജയശ്രീ. ഒരു പ്രേമബന്ധം ആരോപിച്ചുകൊണ്ട് വേഗത്തിൽ അവരുടെ വിവാഹം നടത്തിയതാണ്. ശക്തിയുടെ അച്ഛൻ വിമലും ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു. കാമുകി സിന്ധുവിനെ പിരിഞ്ഞ് 4-5 വർഷം കഴിഞ്ഞാണ് അയാൾ ജയശ്രീയെ വിവാഹം ചെയ്യുന്നത്. 3 മാസം പിന്നിട്ടപ്പോൾ രണ്ടാളും പുതിയ ജീവിതവുമായി പൊരുത്തപ്പെട്ടു. ജയശ്രീ ശക്തിയെ ഉദരത്തിലും പേറി. അപ്പോഴാണ് 4-5 വയസ്സുള്ള മകൻ വിനീഷുമായി സിന്ധു തിരികെ വന്നത്. സിന്ധുവിന്റെ കണ്ണുനീരിലും നാടകത്തിലും ശക്തിയുടെ അച്ഛൻ വിമൽ വീണുപോയി. അങ്ങനെ മാസങ്ങളുടെ വ്യത്യാസത്തിൽ സിന്ധുവും ഗർഭിണിയായി. രണ്ടുപേരെയും ഒരേപോലെ കൊണ്ടുപോകാനുള്ള കഴിവ് വിമലിന് കുറവായതിനാൽ വേഗത്തിൽ പിടിക്കപ്പെട്ടു. അങ്ങനെ ജയശ്രീ സ്വന്തം വീട്ടിലേക്ക് പോയി. പിന്നീട് ബന്ധം പിരിയുകയും ശക്തി ജനിക്കുകയും ചെയ്തു. വൈകാതെ ജയശ്രീ പഠനം പൂർത്തിയാക്കി നന്ദഗോപാലിനെ കല്യാണം കഴിച്ച് വിദേശത്തേക്ക് പോയി. ഭർത്താവിന്റെ പെങ്ങളുടെ മകളെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ ദിവ്യ അവരുടെ വഴികൾ നോക്കി. ശക്തിക്ക് 5 വയസ്സുള്ളപ്പോൾ ദിവ്യ അത് നടത്തിയെടുത്തു. അമ്മ വീട്ടുകാർ കൈയൊഴിഞ്ഞ ശക്തി അങ്ങനെ അച്ഛൻ വീട്ടിലെത്തി. ഒരമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടിയത് വല്യമ്മ ശോഭയിലൂടെയായിരുന്നു. അവരാകട്ടെ പിന്നീട് ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു. അവരുടെ രോഗാവസ്ഥയിൽ തന്നെ ശക്തിയെ ഹോസ്റ്റലിലേക്ക് മാറ്റിയിരുന്നു. ഈ അവസരങ്ങളിൽ അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അന്ന് കിട്ടിയ കൂട്ടുകാരിയാണ് അഞ്ജന കൃഷ്ണൻ. അവളിലൂടെ നളിനി ട്രസ്റ്റിലേക്കും എത്തി. രഞ്ജിത്ത് അഞ്ജനയുടെ വരനാണ്. ശക്തി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഈ പേര് വന്നു പോകുന്നുണ്ട്. നളിനി ട്രസ്റ്റ് നന്ദഗോപാലിന്റെയാണ്. അത് ശക്തിക്കറിയില്ല, അല്ലെങ്കിൽ അതൊരു രഹസ്യമാണെന്ന് ധരിച്ചോളൂ. അതേപോലെ ശക്തിയുടെ ജീവിതത്തിലെല്ലാം നന്ദഗോപാലിന്റെ അദൃശ്യ സാന്നിധ്യം ഉണ്ടായിരുന്നു. നന്ദനും ശക്തിയും തമ്മിലുള്ള ബന്ധം, അതിന്റെ ഇരിപ്പ് വശങ്ങൾ ഇനി വരുന്ന ഭാഗത്തിലൂടെ മനസ്സിലാക്കാം. കഥാപാത്രങ്ങളുടെ പേരുകൾ ഒന്നുകൂടി പറയാം. ശക്തിയുടെ അമ്മയുടെ പേര് ജയശ്രീ. ജയശ്രീയുടെ അമ്മയാണ് ലളിത. ജയശ്രീയുടെ സഹോദരൻ ജയൻ. അയാളുടെ ഭാര്യയാണ് ദിവ്യ. ഈ ദിവ്യയുടെ സഹോദരനാണ് ദിവിൻ. ശക്തിയുടെ പാസ്റ്റ് പറയുന്നതിൽ വലിയൊരു പങ്ക് ദിവിനുണ്ട്. ജയന് 2 മക്കളാണ്, ഒരാണും പെണ്ണും. പെൺകുട്ടി വിവാഹിതയാണ്. മകൻ ദീപു വിവാഹം ചെയ്തിട്ടില്ല. മകൻ ശക്തിയെ ഇഷ്ടപ്പെട്ടാലോ എന്നൊരു ഭയം ദിവ്യയ്ക്കുണ്ട്. അതുകൊണ്ട് യാതൊരു രീതിയിലും അവളുമായി അടുപ്പം കാണിക്കാൻ ഭർത്താവിനെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബന്ധം അവർ ഓർക്കാറുമില്ല. ശക്തിയുടെ അച്ഛന്റെ വീടാണ് മണിയാലത്ത്. അവിടെ 3 ആൺമക്കളാണുള്ളത്. ഏറ്റവും ഇളയതാണ് വിമൽ, അതായത് ശക്തിയുടെ അച്ഛൻ. വിമലിന് 2 സഹോദരങ്ങളാണുള്ളത്. വിനയകുമാർ, ഭാര്യ ശോഭ. ഇവർക്ക് മക്കളില്ലാത്തതിനാൽ ശക്തി അവർക്ക് മകളെ പോലെ ആയിരുന്നു. 5 വയസ്സെത്തിയപ്പോഴാണ് ശക്തി മണിയാലത്തേക്ക് വന്നത്. പിന്നെ ശോഭയായിരുന്നു അവൾക്ക് അമ്മ. വിമലിന്റെ മൂത്ത സഹോദരൻ വിജയകുമാർ, ഭാര്യ ശുഭ. വിനയനും വിജയനും സഹോദരിമാരെയാണ് കല്യാണം കഴിച്ചത്. വിജയകുമാറിന് 2 പെൺമക്കളുണ്ട്. അവർ 2 പേരും വിവാഹിതരാണ്, മുംബൈയിലുമാണ്. ഇനിയുമുള്ളത് വിമലിന്റെ ഇപ്പോഴത്തെ ഭാര്യ സിന്ധു. അവരുടെ മൂത്ത മകൻ വിനീഷ് ഡ്രൈവറാണ്. 2ാമത്തെ മകൻ സനീഷ്, ഇളയ മകൾ സനൂഷ. മണിയാലത്തമ്മ എന്ന് വിളിക്കുന്നത് വിമലിന്റെയൊക്കെ അമ്മയെയാണ്. പിന്നെയുള്ളത് ഭദ്രന്റെ സുഹൃത്തുക്കളാണ്. കഥയിലെ ആദ്യ ഭാഗങ്ങളിൽ അവർ വന്നു പോകുന്നുണ്ട്. സോഫി, ആൽബർട്ട്, നിതിൻ, അർജുൻ, ജോമോൾ, ശിവദ, അഖില, ഭർത്താവ് ചന്ദ്രദേവ്. ചന്ദ്രു വീരന്റെ അടുത്ത സുഹൃത്താണ്. പക്ഷേ അവനോട് എല്ലാ രഹസ്യങ്ങളും വീരൻ പങ്കുവെക്കാറില്ല. ചന്ദ്രുവും ശക്തിയുമായിട്ടുള്ള ഒരു കണക്ഷനും പിന്നാലെ വരുന്നുണ്ട്. വീരന്റെ അമ്മ ഭദ്ര. അവർക്കൊരു സഹോദരനുണ്ട്, ഭരതൻ. അയാളുടെ ഭാര്യ കല, മകൾ ഭവിക. അവളെ കൊണ്ട് വീരനെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു ഭദ്രയുടെ ആഗ്രഹം. കഥയിൽ തുടർന്നുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഞാനുമായി പങ്കുവയ്ക്കാം. താങ്ക്